ഹായ് ഹലോ ഗൈസ്, ഇത് ബാഹുബലി ഫസ്റ്റിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അടുത്ത് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ടിക്കറ്റ് എടുക്കുന്ന ഭാഗത്തേക്കാണ്. തിരക്കെന്ന് പറഞ്ഞാൽ അതിൽ തിരക്കാണ്. ടിക്കറ്റ് കൗണ്ടറിന് തൊട്ട് മുമ്പായിട്ട് കാണുന്ന കാഴ്ചകളാണ്. ഡയറ്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കട്ടെ, നേരെ വിട്ടോണം, മൊത്തം സ്വീറ്റ് കടയാണ്. ഈ കൊച്ചെന്തിനാ അങ്ങോട്ട് ഒളിഞ്ഞു നോക്കണേന്ന് ആരും വിചാരിക്കില്ലേ. ജിപേ വഴി ടിക്കറ്റ് എടുക്കാം, അല്ലാതെ നമുക്ക് പൈസ കൊടുത്ത് അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഒരാൾക്ക് 20 രൂപയായിരുന്നു ടിക്കറ്റ്. ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്ത് 40 രൂപ. ഇവിടെ നിന്ന് ജിപേ ചെയ്യുന്നവർക്കുള്ള കൗണ്ടർ, അല്ലാതെ പൈസ കൊടുക്കാനായിട്ട് അപ്പുറത്ത് വശത്താണ് പൈസ കൊടുത്തത്. ഇതിനകത്തോട് തള്ളിക്കയറി വരുമ്പോൾ ഇതൊക്കെയാണ് കാണുന്നത്. കുറേ സ്റ്റാളുകളാണ് ഏറ്റവും കൂടുതൽ. അകത്തായാലും പുറത്തായാലും ഒരുപാട് സ്റ്റാളുകളാണ്, ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ. പിന്നെ കുറച്ചുകൂടെ വരുമ്പോൾ നമുക്ക് കുറച്ച് എക്സിബിഷൻ ഐറ്റംസ് കാണാൻ പറ്റും. കൊച്ചു കുട്ടികൾ വരച്ച ചിത്രങ്ങൾ, കരകൗശല ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ എല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. BTS മുതൽ എന്തെല്ലാം സംഭവങ്ങൾ, കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികളുടെ കലാവിരുദ്ധാണ്. അതായത് വന്നിട്ടൊരു പരുന്താണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. സത്യം പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ. വേസ്റ്റ് മെറ്റീരിയൽസും പേപ്പേഴ്സൊക്കെ കൊണ്ടാണ് ഇത് ഫുള്ള് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കാലത്ത് നമ്മൾ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ ഈ ബുദ്ധിയൊന്നും ഇല്ലാത്ത മന്ദബുദ്ധികളായി പോയല്ലോ എന്നാണ് ഞാൻ ഇപ്പം ആലോചിക്കുന്നത്. എന്നും പറഞ്ഞ് മൊത്തത്തിലൊന്നും പറയാൻ പറ്റൂല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്ന് മാത്രം. ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ വിജയുടെ ഫോട്ടോ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടു കേട്ടോ. ബിൽഡിങ്സിന്റെ വീടിന്റെ ഒക്കെ മോഡലുകളെല്ലാം ചെയ്തിട്ട്. പിന്നെ ഞാൻ കണ്ടതാണ് ഫീറ്റസ്, ഓരോ സ്റ്റേജസുകളാണ്. പിന്നെ വന്നിട്ട് പ്ലാസൻഡ, ഹിസ്റ്ററക്ടമി ചെയ്ത സ്പെസിമെൻ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്കെൽറ്റൻ ആയിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു എക്സിബിഷൻ ആണ്. എനിക്ക് എപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബയോളജി ലാബിൽ ഇതുപോലൊരു സ്കെൽറ്റൻ ഉണ്ടായിരുന്നു. അതിന് അടുത്തൂടെ പോകാൻ തന്നെ പേടിയായിരുന്നേ. ഇതൊക്കെ കണ്ടിട്ട് ഈ വഴിയിലൂടെ താഴോട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, ദാ കാണുന്ന ഒരുപാട് റൈഡുകളും ഫുഡ് കോർട്ടുകളൊക്കെ ആയിട്ട് അതിവിശാലമായി കിടക്കും. സത്യം പറഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, അതാണ് സത്യം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് വളരെ സേഫ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ കയറിയില്ല. ആ പൈസയ്ക്ക് വല്ല ഞമ്മം വാങ്ങി കഴിച്ചിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കൂടെയെന്ന് ഞാൻ ചിന്തിച്ച്. അങ്ങനെ ഞങ്ങളൊരു ചോളം വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ച്. 50 രൂപയായിരുന്നു അതിൻ്റെ വില. അതിൽ മുളക് പൊടി, മസാലയൊക്കെ ഉപ്പൊക്കെ പുരട്ടിയിട്ട് തരും. ഞങ്ങൾ 2 പീസാക്കി തരാൻ പറഞ്ഞ്. ഒന്ന് എനിക്ക്, ഒന്ന് എൻ്റെ ഇച്ചായനാണേ. അപ്പം ഞാൻ കഴിച്ചു നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ഇനി ഇതും കഴിച്ചുകൊണ്ട് വീഡിയോ എടുക്കും, കറക്കും എല്ലാം. പിന്നെ ഒരുപാട് ഗെയിംസുകൾ അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ഒരു കൊച്ചു പയ്യ അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് 50 രൂപയുടെ ഗെയിം വരെ ഉണ്ട്. റിങ് തരും, അത് ഏതിലാണോ വീഴുന്നത് അത് നമുക്ക് ഗിഫ്റ്റായിട്ട് തരും. പിന്നെ ബോളുണ്ട്, ബോൾ കൊണ്ട് അടുക്കി വെച്ചിരിക്കുന്ന ഗ്ലാസ് എല്ലാം എറിഞ്ഞ് വീഴ്ത്തിയ അതിന് ഗിഫ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇതുപോലെ ആൾക്കാരെ കയറ്റിയിട്ട് ആ ഡോർ അങ്ങ് ക്ലോസ് ചെയ്യുക. അത്രമാത്രം തന്നെ ഇഷ്ടമുള്ളിടത്ത് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും കേട്ടോ. റൈഡ് തുടങ്ങാറാകുമ്പോൾ അത് ക്ലോസ് ചെയ്യും, പിന്നെ അത് കറങ്ങിക്കൊണ്ടേയിരിക്കും. പതുക്കെ കറങ്ങിയിട്ട് പിന്നെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഈ ആൾക്കാരെല്ലാം ഇങ്ങനെ സ്പൈഡർമാനെ പോലെ ചുവരിൽ ഒട്ടി മുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാണാൻ പറ്റുമേ. ഈ ചുവരിൽ പല്ലി ഒട്ടിപ്പിടിച്ചിരിക്കും പോലെ എല്ലാവരും ചുവരിലോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ സ്പീഡ് കൂടുന്നവരും മുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇത് കണ്ടപ്പോഴേ തല ഇറങ്ങും. ഇതിനകത്ത് കയറിയിരുന്നെങ്കിൽ പിന്നെ എൻ്റെ കാര്യത്തിനൊരു തീരുമാനമായി. അതുകൊണ്ട് താഴെ ഇത് ആസ്വദിക്കാൻ വരും. ആ ചേട്ടനാണ് ഇതിൻ്റെ ഓപ്പറേറ്റർ എന്ന് പോകുന്നത് കേട്ടോ. ഇതിന് കയറാനായിട്ട് 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഈ റൈഡിൽ കയറണമെങ്കിൽ ഇവിടെ നിന്ന് 100 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കണം, എന്നാലേ ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാല, വള, കമ്മൽ ഇതൊക്കെയാണല്ലോ. അതുകൊണ്ട് പിന്നെ എന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാനും ഒന്നും നോക്കിയില്ല, ഞാനും വാങ്ങിച്ചു. പിന്നെ ഈ നിലവിളി ശബ്ദവും കേട്ടിട്ട് വീട്ടിൽ പോയി കിടന്ന് മൂടി പുതച്ച് ഉറങ്ങിക്കളയാന്ന് വെച്ചാൽ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.